മഹാലക്ഷ്മി സീരിയലിൻ്റെ ഏറ്റവും പുതിയ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. കുട്ടിക്കാലം മുതലേ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചതാണ് മഞ്ജു തൻ്റെ മുറച്ചെറുക്കനെ. മുറച്ചെറുക്കനാണെങ്കിൽ പല പെൺകുട്ടികളുമായിട്ട് തെറ്റായ ബന്ധമുണ്ടെന്ന് കണ്ണേട്ടനും അതുപോലെ തന്നെ മഹാലക്ഷ്മി ഏട്ടത്തിയും പറഞ്ഞെങ്കിലും അതൊന്നും വിശ്വസിക്കാതെ തൻ്റെ സ്നേഹത്തിൻ്റെ പുറത്ത് മേഘനെ മാത്രമേ വിവാഹം കഴിക്കൂ എന്നുള്ള ശാഠ്യത്തിൽ ഉറച്ചു നിന്ന് വിവാഹം കഴിച്ചതിൻ്റെ പേരിൽ കണ്ണനാണെങ്കിൽ ഇങ്ങനൊരു സഹോദരി ഇല്ലെന്നുള്ളൊരു തീരുമാനം എടുക്കുകയും അവളുമായിട്ടുള്ള സഹകരണമൊക്കെ ഉപേക്ഷിക്കുകയും ചെയ്തിരുന്നു. അതിനുശേഷം മേഘൻ്റെ ചതിയെല്ലാം തിരിച്ചറിഞ്ഞ മഞ്ജു ആണെങ്കിൽ മേഘനുമായിട്ടുള്ള എല്ലാ ജീവിതവും അവസാനിപ്പിച്ച് സാഗറിനൊപ്പം ഒരു പുതിയ കുടുംബജീവിതം തുടങ്ങാൻ ആരംഭിച്ചു. എന്നാൽ ആ ഒരു വാർത്തയും കണ്ണനും മഹാലക്ഷ്മിക്കും ഒട്ടും ഇഷ്ടമായില്ല. കാരണം സാഗറിൻ്റെ പഴയകാല ചരിത്രങ്ങൾ അത്ര ഓക്കെ അല്ലായിരുന്നു. മേഘനാഥൻ സാഗറിനെ വിലക്ക് മേടിച്ചു കൊണ്ടുവന്നതാണ് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും ജീവിതം തകർത്തുകൊണ്ട് കണ്ണനിൽ നിന്നും മഹാലക്ഷ്മിയെ അകറ്റുക എന്ന ലക്ഷ്യത്തോടെ വന്നവനായതുകൊണ്ട് തന്നെ ഇവൻ്റെ സ്വഭാവത്തിലെ ഈ മാറ്റം ഒരിക്കലും അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. മഞ്ജു ആണെങ്കിൽ തറപ്പിച്ച് പറയുന്നുണ്ട് സാഗറേട്ടൻ്റെ സ്വഭാവത്തിൽ ഒരുപാട് മാറ്റമുണ്ട്. മുമ്പ് മഹാലക്ഷ്മി ഏട്ടത്തിയോടെ മോശമായി പെരുമാറിയ ആ സാഗറേട്ടനെ അല്ല, പുതിയൊരാളാണ്. മാത്രമല്ല കുടുംബജീവിതം നയിക്കാനും തെറ്റുകളൊക്കെ തിരുത്തി ഒരു പുതിയ മനുഷ്യനായി ജീവിക്കാനുള്ള സാഗറിൻ്റെ ആ ഒരു മനസ്സിനെ മഞ്ജു മനസ്സിലാക്കിയെങ്കിലും കണ്ണനും മഹാലക്ഷ്മിക്കും അത് തീരെ മനസ്സിലാക്കാൻ പറ്റുന്നില്ലായിരുന്നു. എന്നാൽ സാഗറിൻ്റെ മാറ്റം സത്യസന്ധമാണെന്ന് മനസ്സിലാക്കിയ കണ്ണനാണെങ്കിൽ ഒടുക്കം സാഗറിനെ അക്സെപ്റ്റ് ചെയ്യുന്നു. മാർക്കോയായിട്ടാണ് സാഗറിന് നല്ലൊരു ജോലി മേടിച്ചു കൊടുത്തത്, തോമസ് വൈദ്യരുടെ പേഴ്സണൽ ഡ്രൈവറായിട്ട്. എന്നാൽ മേഘനാഥൻ കാരണം കഞ്ചാവ് കേസിൽ അകത്താക്കി സാഗറിൻ്റെ ജോലി നശിപ്പിച്ചുവെങ്കിലും ആ ഒരു സാഹചര്യത്തിൽ പോലും തൻ്റെ ഭാര്യയെ കൂലിപ്പണിക്ക് പോയായാലും നോക്കാനുള്ള ആ ഒരു മനസ്സ്, സാഗറിൻ്റെ മനസ്സ് കണ്ടിട്ട് കണ്ണൻ്റെയും മഹാലക്ഷ്മിയുടെയും മനസ്സ് മാറി വീണ്ടും അവർ പഴയതുപോലെ സാഗറിനെ വിശ്വസിക്കാനും സ്നേഹിക്കാനും തുടങ്ങിയ സമയത്താണ് സാഗർ പോലും വിചാരിക്കാത്ത സമയത്ത് സാഗറിൻ്റെ പഴയ കാമുകിയും അതിൽ സാഗറിന് ജനിച്ച കുഞ്ഞും സാഗറിനെ തേടി വരുന്നത്. മഞ്ജുവുമായിട്ടുള്ള അയാളുടെ വിവാഹക്കാര്യം അറിഞ്ഞിട്ടൊന്നുമല്ല കാമുകിയും കുഞ്ഞും സാഗറിനെ തേടി വന്നിരിക്കുന്നത്. സാഗറിനാണെങ്കിൽ പ്രത്യേകിച്ച് വീടോ സ്ഥിരമായ ഒരു അഡ്രസ്സോ അച്ഛനോ അമ്മയോ ആരുമില്ലാത്തതുകൊണ്ട് സാഗറിനെ കണ്ടുപിടിക്കാൻ കാമുകി ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഒടുക്കം കണ്ടെത്തി വന്നപ്പോഴാണ് ആ കാമുകി പോലും മഞ്ജു സാഗർ വിവാഹം കഴിഞ്ഞ കാര്യം തിരിച്ചറിയുന്നത്. എന്നാലും സാഗറിനെ അങ്ങനെ ഉപേക്ഷിച്ച് പോകാൻ അവൾക്കാകില്ലായിരുന്നു. കാരണം സാഗറിൻ്റെ ഒരു കുഞ്ഞ് അവളുടെ വയറ്റിൽ ജനിച്ചിട്ടുണ്ടായിരുന്നു. സാഗർ ഇപ്പോൾ താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാൻ പോലും അവൾ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു. തോമസ് വൈദ്യർ വിശേഷപ്പെട്ട മരുന്ന് സംഘടിപ്പിക്കാൻ ദൂരെയുള്ളൊരു സ്ഥലത്ത് പോകുമ്പോഴാണ് സാഗറിനെ അവൾ വീണ്ടും കണ്ടുമുട്ടുന്നത്. എന്നാൽ സാഗർ ആകട്ടെ അവളെ കണ്ടതുമില്ല. എന്തിനു വേണ്ടിയിട്ടാണ് അവരിങ്ങോട്ടേക്ക് വന്നതെന്ന് ആ പെൺകുട്ടി തിരക്കുന്ന സമയത്താണ് തോമസ് വൈദ്യരെക്കുറിച്ച് ആ പെൺകുട്ടി തിരിച്ചറിയുന്നത്. അപ്പോൾ അവൾക്കൊരു കാര്യം മനസ്സിലാകുന്നു, തോമസ് വൈദ്യരുടെ ഡ്രൈവറായിട്ടായിരിക്കും മിക്കവാറും സാഗരേട്ടൻ അവിടെ ജോലി ചെയ്യുന്നത്. മാത്രമല്ല തോമസ് വൈദ്യരുടെ എല്ലാ അഡ്രസ്സും കിട്ടിയതിനെ തുടർന്ന് പെൺകുട്ടി സാഗറിനെ തേടി വരുന്നുണ്ടെങ്കിലും തൻ്റെ പഴയകാല ചരിത്രങ്ങൾ, അതായത് സാഗറും ഞാനും തമ്മിൽ പ്രേമത്തിലായിരുന്നെന്നും സാഗറിൻ്റെ കുഞ്ഞാണ് തൻ്റെ കയ്യിലുള്ളത് എന്നുള്ള സത്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ടാണ് സാഗറിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് അവൾ വന്നിരിക്കുന്നത്. ഒടുവിൽ വൈദ്യരുടെ കയ്യിൽ നിന്നും അഡ്രസ്സൊക്കെ മനസ്സിലാക്കിയ പെൺകുട്ടിയാണെങ്കിൽ സാഗറിനെ കാണാനായി വീട്ടിലേക്ക് പോകുന്നു. തോമസ് വൈദ്യരോട് പോലും അവൾ ഒരു കള്ളമാണ് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ ഒരു അകന്ന ബന്ധുവാണെന്നും അയാളെ കാണേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാണ് അവൾ തോമസ് വൈദ്യരുടെ കയ്യിൽ നിന്നും സാഗറിൻ്റെ അഡ്രസ്സൊക്കെ മേടിക്കുന്നത്. അങ്ങനെ വീട്ടിലെത്തുന്ന ആ പെൺകുട്ടി കാണുന്നതാകട്ടെ സാഗറിൻ്റെ ഭാര്യ മഞ്ജുവിനെയാണ്. മഞ്ജുവിനോട് കാര്യങ്ങൾ തിരക്കുമ്പോൾ സാഗർ വിവാഹം കഴിച്ചെന്നും വിവാഹം കഴിച്ചിട്ട് ഇപ്പോൾ 3-4 മാസം ആകുന്നെന്നുള്ള കാര്യമൊക്കെ തിരിച്ചറിയുന്നു. ഇപ്പോൾ സാഗർ ആണെങ്കിൽ വീട്ടിലില്ല, കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ട് പുറത്തേക്ക് പോയിരിക്കുക. വെയിറ്റ് ചെയ്യാമെന്നുണ്ടെങ്കിൽ സാഗറിനെ കണ്ടതിന് ശേഷം പോകാം എന്ന് മഞ്ജു പറയുമ്പോൾ എനിക്കിപ്പോൾ നിൽക്കാൻ സമയമില്ലെന്ന് പറഞ്ഞ് പെൺകുട്ടി പോകുന്നു. ഇനി ഒരിക്കൽ സാഗരേട്ടനെ കണ്ടോളാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ മഞ്ജുവിനാണെങ്കിൽ ചെറിയ സംശയം ഉണ്ടാകുന്നു. കാരണം സാഗറിന് പറയത്തക്ക ആരും ബന്ധുക്കളില്ലെന്ന് പറഞ്ഞിട്ട് ഒരു റിലേറ്റീവ് ആണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ആ പെൺകുട്ടി വീട്ടിലേക്ക് വന്നത്. എന്തുകൊണ്ട് സാഗരേട്ടൻ ആ പെൺകുട്ടിയുടെ കാര്യം ഇന്ന് വരെ തന്നോട് പറഞ്ഞിട്ടില്ല എന്നുള്ളൊരു സംശയം മഞ്ജുവിനെയും വല്ലാതെ വിഷമിപ്പിക്കുന്നു. സാഗർ വന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഒരു റിലേറ്റീവ് തനിക്കില്ലെന്നും തനിക്ക് അങ്ങനെ ഒരു പെൺകുട്ടിയെ പരിചയമില്ലെന്നും തീർത്തു പറയുന്നു. കാരണം തിരക്കി വന്നിരിക്കുന്നത് ആരാണെന്നുള്ള കാര്യം സാഗർ അറിയുന്നില്ലല്ലോ. സാഗർ താമസിക്കുന്ന വാടക വീട്ടിൽ മഞ്ജു ഉണ്ടായതുകൊണ്ട് തന്നെ ഒറ്റയ്ക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. അങ്ങനെ സംസാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മഞ്ജുവിന് താൻ ആരാണെന്നുള്ള കാര്യം തിരിച്ചറിയും, അത് അവരുടെ ജീവിതത്തെ ബാധിക്കും എന്നൊക്കെ മനസ്സിലാക്കി പെൺകുട്ടിയാണെങ്കിൽ തക്കം പാർത്ത് ഒറ്റയ്ക്ക് സാഗറിനെ കാണുമ്പോൾ സംസാരിക്കുന്നുണ്ട്. അങ്ങനെ ആ പെൺകുട്ടിയെ കണ്ട് സാഗറാണെങ്കിൽ ആകെ ഷോക്കാകുന്നു. സാഗറും ആ പെൺകുട്ടിയും
ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നത് ശ്രദ്ധിക്കുന്ന കരുണയാകട്ടെ സാഗർ പോയതിനു ശേഷം അവളുടെ സ്നേഹം നടിച്ച് അവളുടെ മനസ്സിലിരിക്കുന്ന എല്ലാ സത്യങ്ങളും പുറത്തു കൊണ്ടുവരുന്നു. അങ്ങനെ ആ ഞെട്ടിക്കുന്ന സത്യം കരുണ അറിയുന്നുണ്ട്. മറ്റൊന്നുമല്ല, സാഗറിൻ്റെ കാമുകിയും അതിൽ ജനിച്ച കുഞ്ഞുമാണ് അവളുടെ കയ്യിലിരിക്കുന്നതെന്നുള്ള കാര്യം. അതറിഞ്ഞ മേഘനാഥനാണെങ്കിൽ മഞ്ജുവിനോട് എല്ലാ സത്യങ്ങളും തുറന്നു പറഞ്ഞ് അങ്ങനെ അവളെ അപമാനിക്കുന്നു. കാരണം താൻ ഏറ്റവും വലിയ ഫ്രോഡാണെന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെക്കായും വലിയൊരു ഫ്രോഡിനെ നീ കണ്ടുപിടിച്ചതും വിവാഹം കഴിച്ചതും. എനിക്കൊരു കുഞ്ഞുണ്ടെന്ന പേരിനല്ലേ നീ എന്നെ ഉപേക്ഷിച്ചു പോയത്. അതുപോലെ തന്നെ സാഗറിനും വിവാഹത്തിന് മുമ്പുള്ള ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ട്. നീ അവനെ ഉപേക്ഷിക്കുമോ എന്നൊക്കെ ചോദിച്ച് മാനം കെടുത്തുന്ന സമയത്ത് ആകെ വിഷമിച്ച് നിൽക്കുന്ന മഞ്ജുവിനെയും കാണിക്കുന്നുണ്ട്. ഈ സത്യങ്ങളൊക്കെ തിരിച്ചറിയുന്ന കണ്ണനും മഹാലക്ഷ്മി എന്ത് തീരുമാനമെടുക്കും? അതുപോലെ തന്നെ മാർക്കോ, അവരാണ് മഞ്ജുവിനെ സാഗറിനെ ഒന്നിപ്പിച്ചത്. മാർക്കോയും ലോപ്പസും എങ്ങനെയായിരിക്കും ഇനി സാഗറിനോട് പെരുമാറുന്നത്? ഇപ്പോഴും ആ പെൺകുട്ടി തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നെന്നുള്ള കാര്യം ശരിക്കും സാഗറിന് അറിയില്ലായിരുന്നു. തൻ്റെ സ്വഭാവം മാറിയപ്പോൾ തന്നെ അയാൾ അവളെ തേടി പോയിരുന്നേനെ. അവളുടെ വിവാഹമൊക്കെ കഴിഞ്ഞ് കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുമായിരിക്കും എന്നൊക്കെ കരുതിയാണ് സാഗറും ആ വിഷയമെല്ലാം മറന്നത്.